2025 രോഹിണി നക്ഷത്രക്കാർക്ക് ഒരു ഇമോഷണലി ലേൺ ചെയ്യാനുള്ള ഇയറാണ്. റിലേഷൻഷിപ്പിൽ കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ്, ട്രസ്റ്റ് ഇഷ്യൂ, കരിയറിൽ കുറച്ച് കൺഫ്യൂഷൻ, മണിയിൽ ഡ്രെയിൻ, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസ്, സെൽഫ് റിയലൈസേഷൻ. എല്ലാവർക്കും എന്നെ ആവശ്യമില്ല എന്നുള്ള ഒരു സെൽഫ് റിയലൈസേഷനൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. 2025 അവസാനമാകുമ്പോൾ നിങ്ങൾ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും, എല്ലാവർക്കും വേണ്ടി എല്ലാവരും സംതൃപ്തിപ്പെടുത്താൻ നിന്നിട്ട് കാര്യമൊന്നുമില്ല, എല്ലാവരും സഹായിക്കാനും ഞാൻ നിൽക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. 2025 അവസാനത്തോടെ കുറച്ച് ഇമോഷണലി നിങ്ങൾ മെച്ചൂർഡ് ആയിട്ടുണ്ടാവും. പെയിൻ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലാണ്, അതെങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യണം എന്നുള്ളത്. 2026 അങ്ങനെയൊന്നുമല്ല. 2026 സ്ലോ റൈസ് ആണ്, പക്ഷേ സ്ട്രോങ് സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. 2026 ജനുവരിയിൽ നിങ്ങൾക്ക് മൈൻഡ് കുറച്ച് ഹെവി ആയിരിക്കും. റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷനുണ്ട്, കരിയറിൽ പ്രഷർ ഉണ്ടാവും, പക്ഷെ ക്ലാരിറ്റി നല്ല രീതിയിൽ വരും. ഫൈനാൻസ് നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ജനുവരിയിൽ കൺട്രോൾ ചെയ്യണം. ഇല്ലെങ്കിൽ പൈസ മൊത്തം പോയി കിട്ടും, കടം വാങ്ങേണ്ട അവസ്ഥ വരും, അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയും വരും. 2026 ജനുവരിയിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താ വെച്ചാൽ, ഞാൻ പോകുന്നത് ശരിയായ വഴിയാണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും. കാരണം അതൊരു പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യണ ഒരു മന്താണ്. ഫെബ്രുവരി മാസത്തിൽ പഴയ ഒരു ഓൾഡ് കോണ്ടാക്റ്റ് നിങ്ങൾക്ക് എന്തായാലും വരും.